ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രശാന്ത് സദാശിവം. ഇന്ന് നമ്മുടെ പല ചെറുപ്പക്കാരും, പ്രത്യേകിച്ച് ഒരു 18 വയസ്സിന് ശേഷമുള്ള ചെറുപ്പക്കാർ പലരും എന്നെ സമീപിച്ചിട്ട് അവർക്ക് അതിഭയങ്കരമായിട്ട് കിതപ്പുണ്ട്. അതായത് ചെറുതായിട്ടുള്ള പണികൾ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ കയറുക, അല്ലെങ്കിൽ കുറച്ച് ദൂരം നടക്കുക, അല്ലെങ്കിൽ ചെറിയ കയറ്റം കയറുക, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു. ഇതെന്തിൻ്റെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ചിട്ട് പലരും സമീപിക്കാറുണ്ട്. ഇത് നമുക്ക് സമീപഭാവിയിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാം. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ ഈ കിതപ്പ് എന്ന് പറയുന്നത് ഇത് ഹാർട്ട് അറ്റാക്കിന്റെ മാത്രം ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കിതപ്പ് ഉണ്ടാകാറുണ്ടോ? അതുപോലെ തന്നെ ഇത് നമുക്ക് തന്നെ തിരിച്ചറിയാനായിട്ട്, അതായത് ഈ ഹാർട്ടിന്റെ പ്രശ്നം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ടിപ്സ് അടക്കം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഒരു പ്രധാന കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ കിതപ്പ് എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് നമ്മൾ നോർമലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിതപ്പൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് ഓക്സിജന്റെ ആവശ്യം വരുമ്പോൾ ഹാർട്ടിന് കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഹാർട്ട് ആ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതിനെയാണ് നമുക്ക് കിതപ്പായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കുറച്ച് ദൂരം ഓടുകയാണെന്ന് വിചാരിക്കാം. ഈ ഓടുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ കൂടുതലായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ ഓക്സിജന്റെ ആവശ്യം ശരീരത്തിൽ വേണ്ടി വരുന്നു. ആ സമയം ഹാർട്ട് കൂടുതലായി വർക്ക് ചെയ്ത് കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതിനെയാണ് നമ്മൾ കിതപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹാർട്ടും ലങ്സും നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നോർമലായിട്ട് കിതപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഈ കിതപ്പ് സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും സ്ട്രെയിൻ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അനുഭവപ്പെടാൻ പാടുള്ളൂ. എന്നാൽ ഇന്ന് ചെറുപ്പക്കാർക്കെന്ന് മാത്രമല്ല, ഇപ്പൊ ചെറിയ കുട്ടികൾക്കടക്കം, ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കടക്കം കുറച്ച് കൂടുതലായിട്ട്, അതായത് കുറച്ച് സ്റ്റെപ്പുകൾ കയറുക, അല്ലെങ്കിൽ ചെറിയ കയറ്റം കയറുക, കുറച്ച് ദൂരം നടക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വല്ലാതെ കിതപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു ശരീരത്തിന്റെ ഒരു ബലം, ആരോഗ്യം, ഇതിനെയൊക്കെ കവിഞ്ഞ രീതിയിലുള്ള കിതപ്പ് അനുഭവപ്പെടുന്നു. അപ്പൊ ഈ കിതപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് വീക്കായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹാർട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് അത്രയും ശക്തിയിൽ തന്നെ വർക്ക് ചെയ്യേണ്ടതാണ്. എന്നാൽ നമ്മുടെ ഭക്ഷണക്രമം, അതായത് നമ്മുടെ ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലാണ്, ഫാറ്റിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഈ ഓവറായിട്ട് കഴിക്കുന്ന നമ്മുടെ ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിനെ കൊഴുപ്പാക്കി മാറ്റി എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഈ കൊഴുപ്പ് നമ്മുടെ ഹാർട്ട്, അതായത് നമ്മുടെ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഹാർട്ട് ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിന്റെ പ്രധാന ഫംഗ്ഷൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ള അതൊരു പമ്പാണ്. എന്നാൽ ഈ ഹാർട്ടിന് വർക്ക് ചെയ്യാൻ കുറച്ച് ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പൊ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലിനുള്ളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അത് ആ ഹാർട്ടിലേക്ക് വേണ്ട ബ്ലഡ് കൊണ്ടു ചെല്ലുകയില്ല. അപ്പൊ ഇത് ആണ് ഹാർട്ടിലേക്ക് ബ്ലോക്ക് ഉണ്ടാക്കുകയും അങ്ങനെ ഭാവിയിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഹാർട്ട് വീക്കായി തുടങ്ങി എന്നുള്ളതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് നമുക്ക് ഈ ഉണ്ടാകുന്ന അമിതമായ കിതപ്പ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ അമിതമായ കിതപ്പ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ BP, അതുപോലെ തന്നെ കൊളസ്ട്രോള്, പിന്നെ നിങ്ങളൊന്ന് ECG, ഇത്രയും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഹാർട്ട് കറക്റ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി ഇത് മാത്രമല്ല, ഈ ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് അമിതമായിട്ട് കിതപ്പുണ്ടാകുന്നത്. മറ്റു കാരണങ്ങൾ ധാരാളമായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരെണ്ണമാണ് അനീമിയ. അനീമിയ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്ലഡില് റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അഥവാ ചുവന്ന രക്താണുക്കൾ അതിന്റെ അളവ് കുറയുക, അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക, ഇതിനെയാണ് പ്രധാനമായിട്ട് അനീമിയ എന്ന് പറയുക. ഈ അനീമിയ എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ ലങ്സ് എന്തോരം ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നാലും
അതിനെ ശരീരം മുഴുവൻ എത്തിക്കേണ്ടത് ഹീമോഗ്ലോബിന്റെ ചുമതലയാണ്. പക്ഷെ ഹീമോഗ്ലോബിന്റെ അളവ് ആവശ്യത്തിനില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ടിന് കൂടുതൽ ശക്തിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ അമിതമായ കിതപ്പ് അനുഭവപ്പെടാം. കൂടുതലും അനീമിയ സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. എന്നാലും പുരുഷന്മാരിലും ചെറിയൊരു വിഭാഗത്തിൽ ഈ അനീമിയ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ക്ഷീണിക്കുന്ന തരത്തിലുള്ള എന്ത് അസുഖങ്ങളും ഉണ്ടായാലും ഈ തരത്തിൽ അമിതമായ നമുക്ക് കിതപ്പ് ഉണ്ടാകാം. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് കുറഞ്ഞാൽ, ലോ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ അമിതമായ കിതപ്പ് അനുഭവപ്പെടാം. ഈ ലോ ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഷുഗർ നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് ജോലി ചെയ്യാനുള്ള എനർജി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവില്ല. ആ എനർജി ഇല്ലാത്തപ്പോൾ അതിന്റെ അത്രയും എനർജി കുറവ് ഹാർട്ടിനും ഫീൽ ചെയ്യും. അപ്പൊ ഹാർട്ടും കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള അവസരത്തിലും അമിതമായ കിതപ്പ് നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ BP കുറയുന്ന അവസ്ഥ, ലോ BP എന്ന് പറയുന്ന അവസ്ഥയിലും ഇതുപോലെ തന്നെ അമിതമായിട്ട് കിതപ്പുണ്ടാകും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹാർട്ടിന് അത്രയും ശക്തിയിൽ ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴും കൂടുതലായിട്ട് ഹാർട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോഴും ഈ അമിതമായ കിതപ്പ് നമുക്ക് അനുഭവപ്പെടാം. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡിന്, അതായത് തൈറോയിഡിന്റെ ഫംഗ്ഷൻ കൂടുക, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയിൽ ഇതുപോലെ തന്നെ അമിതമായ കിതപ്പ് അനുഭവപ്പെടാം. അതിനോടൊപ്പം തന്നെ അവരുടെ ശരീരം മെലിഞ്ഞു വരിക, അമിതമായിട്ട് വിശപ്പ് തോന്നുക, ഭയങ്കരമായിട്ട് ടെൻഷൻ തോന്നുക, ശരീരത്തിന് ചൂട് വല്ലാതെ ഫീൽ ചെയ്യുക, വല്ലാതെ വിയർക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഈ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ അമിതമായ കിതപ്പ്. ഇവിടെ തൈറോയിഡ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ മെറ്റബോളിക് റേറ്റ് വല്ലാതെ കൂടി ശരീരത്തിന്റെ ആ എല്ലാ വർക്കുകളും, ശരീരത്തിലെ എല്ലാ പ്രവർത്തനവും വല്ലാതെ കൂടുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഈ ഹാർട്ടിന്റെ പ്രവർത്തനവും വല്ലാതെ കൂടി നമുക്ക് വല്ലാതെ കിതപ്പ് അനുഭവപ്പെടാം. പിന്നെ ഇതല്ലാതെ ചിലതരം മരുന്നുകൾ, പ്രത്യേകിച്ച് അലോപ്പതി മരുന്നുകൾ, ചില മരുന്നുകൾ കഴിച്ചാലും ഇതുപോലെ തന്നെ അമിതമായ കിതപ്പ് അനുഭവപ്പെടാം. അത് രണ്ട് തരത്തിലാണ് ബാധിക്കുന്നത്. ഒന്ന്, ശരീരത്തിന് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നു. രണ്ടാമത്, നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനത്തെ വല്ലാതെ കൂട്ടുന്നു. ഈ രണ്ട് തരത്തിലും നമുക്ക് അമിതമായ കിതപ്പ് അനുഭവപ്പെടാം. ഇതല്ലാതെ ചിലതരം ഹോർമോണൽ ചേഞ്ചുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് അത് ഉണ്ടാകുന്നത്. മെൻസസ്, അതുപോലെ പ്രഗ്നൻസി, അതുപോലെ തന്നെ മെനപ്പോസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചുകൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള അവസരങ്ങൾ ശരീരം പെട്ടെന്ന് ക്ഷീണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരം ക്ഷീണിക്കുന്ന അവസരങ്ങളിലാണ് ഈ ഹാർട്ടിന്റെ പ്രവർത്തനം വല്ലാതെ കൂടുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിലും ഈ ഹാർട്ടിന്റെ പ്രവർത്തനം വല്ലാതെ കൂടുകയും നമുക്ക് അമിതമായ കിതപ്പ് അനുഭവപ്പെടുകയും ചെയ്യാം. ഇതല്ലാതെ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ, അതായത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്യാസ് ട്രബിൾ വന്നിട്ട് അപ്പോഴും നമുക്ക് കിതപ്പ് അനുഭവപ്പെടാം. ഗ്യാസ് ട്രബിൾ വരുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ദഹന പ്രക്രിയ ശരിയല്ല എന്നുണ്ടെങ്കിൽ അമിതമായിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ ആമാശയത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ആമാശയത്തിൽ ഗ്യാസ് നിറയുമ്പോൾ, ഈ ആമാശയം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന് നേരെ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ആമാശയം ഗ്യാസ് വന്നിട്ട് മുകളിലേക്ക് പൊങ്ങുകയും അത് ഹാർട്ടിന് സ്ട്രെയിൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള അവസരത്തിൽ ചെറുതായിട്ട് അനങ്ങുമ്പോൾ തന്നെ ഹാർട്ടിന് അത് കൂടുതൽ സ്ട്രെയിൻ ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ സ്ട്രെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന അവസരത്തിൽ ഹാർട്ടിന്റെ പ്രവർത്തനം വല്ലാതെ കൂടുകയും നമുക്ക് അമിതമായ കിതപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് ചിലതരം സ്റ്റിമുലൻസ്, പ്രത്യേകിച്ച് കഫെയിൻ കൂടിയ സ്റ്റിമുലൻസ്, അതുപോലെ തന്നെ ആൽക്കഹോള്, നിക്കോട്ടിൻ തുടങ്ങിയവ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മദ്യപാനികളിലെല്ലാം ഈ ഹാർട്ടിന്റെ പ്രവർത്തനം വളരെ കൂടുതലായിരിക്കും. അത് ഈ കഴിക്കുന്നതോ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതോ ആയ ഈ സ്റ്റിമുലൻസിന്റെ പ്രവർത്തനം കൊണ്ടാണ് അതിന്റെ ഹാർട്ടിന്റെ റേറ്റ് വല്ലാതെ കൂടുന്നത്. അപ്പൊ അങ്ങനെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഇതേ കിതപ്പ് തന്നെ നമുക്ക് അനുഭവപ്പെടാം. അവര് വെറുതെ ഇരിക്കുമ്പോൾ പോലും ഇത്തരം ഒരു കിതപ്പ് വല്ലാതെ ഫീൽ ചെയ്യും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അലർജി ടെൻഡൻസി ഉള്ള ആളുകളിലാണ്. ഈ അലർജിക് ടെൻഡൻസി എന്ന് പറയുമ്പോൾ നമുക്ക് അലർജിയോടൊപ്പം മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടാകാം. ചില ആളുകൾക്ക് നിരന്തരമായ തുമ്മൽ, അതുപോലെ തന്നെ ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ, വലിവ്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ പ്രശ്നങ്ങളുള്ളവർക്കും ഇത്തരത്തിൽ അമിതമായ കിതപ്പുണ്ടാകാം. ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ശ്വസന വ്യൂഹത്തിൽ കഫത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ എത്ര ശ്വസിച്ചാലും ആവശ്യത്തിന് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുകയില്ല. അങ്ങനെ ഒരു അവസരത്തിലും ഇത്തരം കൂടുതൽ ആവശ്യം വരുന്ന അവസരത്തിൽ ഹാർട്ടിന് ഓക്സിജൻ കിട്ടാൻ വേണ്ടി കൂടുതൽ വേഗത്തിൽ വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഇങ്ങനെ വരുന്ന അവസരത്തിലും ഹാർട്ടിന്റെ പ്രവർത്തനം കൂടി നമുക്ക് അമിതമായ കിതപ്പ് അനുഭവപ്പെടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് അമിതമായിട്ട് ടെൻഷൻ ഉണ്ടാവുക, സ്ട്രെസ് ഉണ്ടാവുക, മനപ്രയാസം ഉണ്ടാവുക, ഇങ്ങനെയുള്ള അവസരങ്ങളിലും നമുക്ക് അമിതമായിട്ടുള്ള കിതപ്പ് അനുഭവപ്പെടാം. ഇവിടെ എന്തുകൊണ്ടാണ് കിതപ്പ് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അമിതമായ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, സെറോട്ടോണിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോൺസ് ഈ സമയത്ത് വളരെ കൂടുതലായിട്ടുണ്ടാവും. ഈ സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില്, പ്രത്യേകിച്ച് ഹാർട്ടിന്റെയും ലങ്സിന്റെയും പ്രവർത്തനത്തെ കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ വെറുതെ ഒരിടത്ത് ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ടെൻഷൻ അടിക്കുക, പ്രയാസപ്പെടുക, വിഷമിക്കുക എന്നാണെങ്കിലും ഈ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടായിട്ട് ഈ ഹാർട്ടിന്റെ പ്രവർത്തനത്തെ വല്ലാതെ കൂട്ടും. ഇങ്ങനെ കൂട്ടുന്ന അവസരത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ അമിതമായിട്ട് നെഞ്ചിടിപ്പ്, കിതപ്പ് തുടങ്ങിയ ഫീലിങ്ങുകൾ നമുക്ക് ഉണ്ടാകും. അപ്പം ഇതെല്ലാമാണ് നമുക്ക് അമിതമായിട്ട് കിതപ്പ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹാർട്ടിന്റെ പ്രശ്നം. ഇത് സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയാണ്, ചെറുപ്പക്കാര് പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു, അല്ലെങ്കിൽ ഒരു ലക്ഷണവും ഇല്ലാതെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നെല്ലാം പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ അത് വളരെ തെറ്റായ ഒരു ന്യൂസാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിലെ ഏത് രോഗമായിക്കോട്ടെ, ഏത് രോഗം വന്നാലും നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് മുമ്പേ കാണിച്ചു തന്നിരിക്കും. അത് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ പോലും, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒരു സംഗതിയാണെങ്കിലും അതിന്റെ ഈ വരുന്ന ആൾക്ക് കുറെ നാളുകൾക്ക് മുമ്പേ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. അയാൾ ആ ലക്ഷണങ്ങൾക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് പിന്നീട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ അമിതമായ കിതപ്പ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ പ്രധാന ലക്ഷണം പലർക്കും ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഈ ലക്ഷണം ഉണ്ടാകും. പക്ഷെ അവരത് ആ പ്രത്യേക അവസരങ്ങളിൽ മാത്രമേ അത് കൂടുതലായിട്ട് കാണുകയുള്ളൂ. അതായത് കൂടുതൽ പടി കയറേണ്ട അവസരങ്ങളിൽ, അതുപോലെ ഒരു കയറ്റം കയറേണ്ട അവസരം, കൂടുതൽ നടക്കേണ്ട അവസരങ്ങൾ, ഇങ്ങനെയുള്ള അവസരങ്ങളിലായിരിക്കും ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇന്നുള്ള ചെറുപ്പക്കാർ കൂടുതലും ബൈക്കുകളിലോ കാറുകളിലോ ഒക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കും. കെട്ടിടങ്ങളിൽ കയറുകയാണെങ്കിൽ ലിഫ്റ്റോ അല്ലെങ്കിൽ എക്സലേറ്ററോ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യത്തില്ല. സ്ട്രെയിൻ ഫീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടെൻഡൻസി ശരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധ്യത കുറവാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോഴായിരിക്കും ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കുക. പക്ഷെ അത് ആ അവസരം കഴിയുമ്പോൾ അവരത് വിട്ടുകളയോ മറന്നു പോവുകയോ ചെയ്യാണ് പതിവ്. പക്ഷെ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും, അതായത് നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കിതപ്പുണ്ടായാൽ, അതായത് നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രായത്തിൻ്റെതായ നമ്മുടെ ഈ ആരോഗ്യത്തിന്റെ ലെവലിൽ കവിഞ്ഞ ഒരു കിതപ്പ് നമുക്ക് ഫീൽ ചെയ്താൽ അതെന്തായാലും നമ്മൾ അതിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം, അതായത് നമുക്ക് ഈ ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞ മറ്റെല്ലാ സംഗതികളിലും, മറ്റെല്ലാ പ്രശ്നങ്ങളിലും യഥാർത്ഥത്തിൽ നമുക്ക് അതിന് മറ്റ് ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകും. ഈ മറ്റു ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഈ നമ്മുടെ ഈ അമിതമായ കിതപ്പ് ഉണ്ടായതാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ നമുക്ക് രണ്ട് കാരണങ്ങൾ, ഒന്ന് നമുക്ക് ഈ ഹാർട്ടിന്റെ പ്രശ്നം, രണ്ട് നമുക്ക് അമിതമായ ടെൻഷനുണ്ട്. ഈ ഹാർട്ടിന്റെ പ്രശ്നം വരുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും അമിതമായ ടെൻഷനും ഉണ്ടാകും. അപ്പം നമുക്ക് അമിതമായ ടെൻഷൻ മാത്രമേ ഉള്ളൂ, എന്നാൽ ഹാർട്ടിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയും ഹാർട്ടിന് കുഴപ്പമുള്ളൊരവസ്ഥയും, ഈ രണ്ടവസ്ഥകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കാമായിട്ട് ഒരു കസേരയിലോ മറ്റോ അനങ്ങാതെ കുറച്ച് സമയം ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഡീപ്പായിട്ട് ബ്രീത് ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ഡീപ്പായിട്ട് ബ്രീത് പുറത്തേക്ക് വിടുക. ഇതൊരു 4-5 തവണ നമ്മൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ബ്രീത് നന്നായിട്ട് നമുക്ക് കയറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നന്നായിട്ട് ബ്രീത് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാർട്ടിന്റെ പ്രശ്നം വലുതായിട്ട് നമുക്ക് ഉണ്ടാവുകയും. എന്നാൽ നമുക്ക് ആ ബ്രീത് കയറുന്ന അവസരത്തിൽ നമുക്ക് ഒരു തടസ്സം ഫീൽ ചെയ്യുന്നു, നമുക്ക് നെഞ്ചിലൊരു ഭാരം ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നെഞ്ചിലൊരു ചെറിയ വേദന, അല്ലെങ്കിൽ ചെറിയൊരു കൊളുത്തിപ്പിടുത്തം, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാം.
എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വെറുതെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മുടെ ഈ നെഞ്ചിലെ മസിലുകൾ, അതായത് നമ്മുടെ ശ്വാസ പ്രക്രിയയെ സഹായിക്കുന്ന പുറത്തുള്ള നമ്മുടെ മസിലുകൾ കുറച്ച് ടൈറ്റ് ആയിട്ട് നമ്മൾ തന്നെ ഒരു ടൈറ്റ് ആക്കി പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടൈറ്റ് ആക്കി പിടിക്കുമ്പോൾ നമ്മുടെ ശ്വാസ പ്രക്രിയ ഒന്ന് കുറയും. അതനുസരിച്ച് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം വല്ലാതെ കൂടും. ഇതാണ് ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷനിൽ സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഹാർട്ടിന്റെ പ്രശ്നത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹാർട്ടിന്റെ പ്രവർത്തനം തന്നെ പ്രശ്നത്തിലായിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഡീപ്പായിട്ട് ബ്രീത് എടുക്കുമ്പോൾ നമ്മുടെ ഈ മസിൽസ്, അതായത് ഈ നെഞ്ചിലുള്ള മസിൽസ് ഒന്ന് റിലാക്സ് ആവും. അപ്പൊ റിലാക്സ് ആവുമ്പോൾ അത് പതുക്കെ തുറന്നു കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ തുടങ്ങിയ പ്രശ്നം, സ്ട്രെസ് തുടങ്ങിയ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഈ അമിതമായ കിതപ്പ് ഉണ്ടാകുന്നത് എങ്കിൽ അവർക്ക് ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോൾ ബ്രീത് നന്നായിട്ട് കയറും. അപ്പൊ ഈ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കും, നമുക്ക് ഫ്രീ ആയിട്ട് ബ്രീത് ചെയ്യാൻ പറ്റും. കാരണം അവർ ആ ടെൻഷൻ കൊണ്ട് മാത്രമാണ് അവിടെ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഹാർട്ടിന്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഇങ്ങനെ ഒന്ന് റിലാക്സ് ആയാലും, അതായത് പുറമേ മസിൽസിന്റെ പ്രശ്നം കൊണ്ടല്ല, ഉള്ളിലത്തെ പ്രശ്നം കൊണ്ടാണ് കുഴപ്പമുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ അവർക്ക് ആ ഒരു റിലീഫ് ഫീൽ ചെയ്യുകയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നം ഈ അകത്തുള്ള ബ്ലഡ് വെസൽസിന്റെ ബ്ലോക്ക് കൊണ്ടുണ്ടാകുന്ന ഹാർട്ടിന്റെ വീക്ക്നെസ് കൊണ്ട്, ഈ രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ കിതപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ കിതപ്പ് അങ്ങനെ ചെയ്താൽ മാറുകയില്ല. അത് മാത്രമല്ല, ആ കിതപ്പിനോടൊപ്പം തന്നെ നെഞ്ചിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് പല സ്ഥലങ്ങളിലും വേദന ഉണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് നെഞ്ചിൽ ഒരു കനം, എന്തോ ഒരു സംഗതി ഇരിക്കുന്ന പോലെ നമുക്കൊരു കനം ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് അത്ര ഫ്രീ ആയിട്ട്, ഞാൻ നേരത്തെ ഡീപ്പായിട്ട് ബ്രീത് എടുക്കുന്നുണ്ട്, ആ ഡീപ്പായിട്ട് ബ്രീത് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാലും നമുക്ക് സാധിക്കാത്തൊരു അവസ്ഥ ഉണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ നേരെ കിടക്കാൻ പറ്റും. നേരെ കിടന്നാൽ തന്നെ നമുക്ക് കിടപ്പ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും. ചിലപ്പോൾ കാലിന്റെ നമ്മുടെ കണങ്കാലിന്റെ ഭാഗത്തൊക്കെ ചിലപ്പോൾ നീരുണ്ടാകും. ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഈ ഹാർട്ടിന്റെ പ്രശ്നത്തിന്റെ ഒപ്പം തന്നെ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അമിതമായ കിതപ്പിനോടൊപ്പം ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഹാർട്ടിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ട്രിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഹാർട്ടിന്റെ പ്രശ്നമാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ഇത്തരത്തിലൊരു ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ചികിത്സകൾ എന്താണെന്ന് വെച്ചാൽ അത് എടുക്കേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപഭാവിയിൽ തന്നെ അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അമിതമായ കിതപ്പിനെ നിങ്ങൾ വെറുതെ അതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് കണ്ട് തള്ളിക്കളയാതെ അതിനെ വളരെ സീരിയസ് ആയിട്ടുള്ള അതായത് നമ്മുടെ ഒരു ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് കണ്ട് അതിന് വേണ്ട ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഈ ഞാൻ പറഞ്ഞ ഓരോരോ ലക്ഷണങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ ഓരോന്നും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തള്ളിക്കളയാം, അല്ലെങ്കിൽ ആ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ നിങ്ങളുടെ ഹാർട്ടിന്റെ പ്രശ്നത്തിലേക്ക് നിങ്ങൾ ഉറപ്പിച്ചു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു സിംറ്റംസ് ഹാർട്ടിന്റെ പ്രശ്നം തന്നെയാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ ചികിത്സ തേടേണ്ടതാണ്.